ഈ തിളക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു കഥാപാത്രം എഴുതണം. ഫുൾ മദ്യപാനിയായ ഒരാൾ, 24 അവർ മദ്യപാനിയായ ഒരാൾ, അയാൾ വാള് വെക്കണം, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു കഥാപാത്രം എഴുതണം. ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ നമുക്ക് ശ്രമിക്കാം. ഒരു കാര്യവും കൂടി പുള്ളി പറഞ്ഞു, വേറൊന്നുമല്ല, അത് നമുക്ക് ലൈവായിട്ടങ്ങ് ചെയ്യാമെന്ന്. പകൽ സമയങ്ങളിൽ ലൊക്കേഷനിൽ പോകുന്നതിന് നമുക്ക് മദ്യപിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ അത് പലരും ഉപദേശിക്കാൻ തുടങ്ങി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ട് അതിൻ്റെ മണം അത് കഴിക്കാത്തവർക്ക് അരോചകമാകും. അങ്ങനെ പുള്ളി ഒരു കാര്യം ചെയ്തു. പകല് റൂമിൽ നിന്ന് മദ്യപിച്ചിട്ട് ഈ അമൃതാഞ്ജൻ്റെ അടുത്ത് മൂക്കിലും ദേഹത്തും എല്ലാം തേച്ചിട്ട് വരും. സത്യനന്ദിക്കാട് സാറിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അത് സത്യമാണ്. ലളിത ചേച്ചിയായിട്ടാണ് കോമ്പിനേഷൻ കൂടുതൽ എൻ്റെ പടത്തില്. ലളിത ചേച്ചി പറയും, ഉണ്ണിയേട്ടാ ഒരു കാര്യം, ഏതെങ്കിലും ഒരു നാറ്റം ഞാൻ സഹിക്കാം, ഇത് രണ്ടും കൂടെ കൊണ്ടുവരരുത്. എനിക്കൊന്ന് ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഓൾമോസ്റ്റ് ഒരു നായക തുല്യമായിട്ടുള്ള വേഷമായിരുന്നു. ഉടനെ സാർ MT സാറിന്റെ പടമാണ്. അതില് ഭാര്യയുടെ പേര് നോക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർദ്ധക്യം ആഘോഷിക്കുന്ന ദമ്പതികളുടെ കഥാപാത്രമാണ് ചെയ്തത്. തിരിച്ച് വീണ്ടും അദ്ദേഹത്തെ പറയുമ്പോൾ ഈ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സീനാണ് ശ്രീനിയേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന സീൻ. ശ്രീനിയേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന സീനിൽ ഒടുവിലേട്ടനാണ് കൂടെ പോകുന്നത്. അദ്ദേഹം കൂടെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീനിയേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം കുട്ടി ഡാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ വെടിയുണ്ടകൾ വരും, വിരിമാറ് കാണിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അത് ഒരു എക്സ്ട്രാ ഓർഡിനറി റിയാക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചോണ്ട് ഓടും, എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് പറയും, താനൊരു മണ്ടനെയാണോ എന്റെ മോൾക്ക് വരനായിട്ട് കൊണ്ടുവന്ന് ഒരു മറുപടി, ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതായത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പുള്ളി ക്ലെയിം ചെയ്യുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയും. ഏറ്റവും നല്ല റൈറ്റേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ആക്ടർ ആയിരുന്നു ഒടുവിലാശൻ. ശരിയല്ലേ? MT സാറിന്റെ ഏറ്റവും എന്താ പറയുക ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു ഒടുവിലാശൻ. തോപ്പിൽ ഭാസി സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ലോഹിത് ദാസ്, ശ്രീനിവാസന്റെ ഒരു കാര്യം പറയുമ്പോഴാണ്, വടക്കുനോക്കി യന്ത്രത്തിൽ എൻ്റെ ക്യാരക്ടർ വിനോദ് കുമാർ ആലപ്പി 5-6 സീനേ ഉള്ളൂ. അപ്പം ഞാൻ ഈ പാർവതിയുടെ കഥാപാത്രമായിട്ട് അടുക്കുന്നു എന്ന് ശ്രീനിവാസൻ തെറ്റിദ്ധരിക്കുന്നതും ഉടൻ തന്നെ ശ്രീനിവാസൻ ചെന്ന് ഒടുവിലാശൻ്റെ അടുത്താണ് പരാതി പറയാൻ പോകുന്നത്. ASI ആയിട്ടാണ്. സാർ, ഒരു തീവ്രവാദി എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് സാർ എന്ന് പറയുമ്പോഴും, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നല്ലേ ഉള്ളൂ, അപ്പോൾ തട്ടിക്കൊണ്ടു പോകട്ടെ എന്നിട്ട് പരാതിയുമായിട്ട് വാ എന്ന് പറയുന്ന ക്യാരക്ടർ ഒടുവിലാശാന്റെ ഉണ്ട്. അപ്പൊ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം പരാതി തന്നിട്ട് കാര്യം എന്താണ് സാർ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതുപോലെ തന്നെ തിരിച്ചു വെക്കുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറെ നാളുകൾക്ക് ശേഷം ചെന്ന് മീശ മാധവനിലെ ഈ നമ്പൂരി പോലീസ് ഉണ്ടല്ലോ, അപ്പം ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു പരാതി, അതെങ്ങനെയാണ് ഞാൻ എടുക്കുക എന്ന് ചോദിക്കുകയും പിന്നീട് ഈ മാധവനെ ഈപ്പം പാപ്പച്ച് പറഞ്ഞിട്ട് തല്ലിയ ശേഷം ഇറങ്ങിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അന്ന് കണ്ടിങ്ങനെ പോയപ്പം കണ്ടുപോവുകയും ഇന്നിവര് ഇല്ലാതായ ശേഷം ആ സീൻ ഒന്നുകൂടെ എഴുതിയാൽ നമ്മളിത് എങ്ങനെ ചെയ്യും, ആരായിരിക്കും ഇത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ലാതെയായി പോകുന്ന. ഏകദേശം പറഞ്ഞ ലിസ്റ്റിൽ ഒരാളെ വിട്ടുപോയി, രഘുനാഥ് പലേരി. അതെ, പുള്ളിയുടെ ദൗർബല്യമാണ്. അതായത് ഏത് സബ്ജക്റ്റ് പറഞ്ഞാലും നമ്മള് കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി ചാടിക്കയറി പറയും, മറ്റേ റോള് നമുക്ക് ഒടുവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം എഴുതുമ്പോൾ എങ്കിലും ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ, നമ്മളിനി മാറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ അങ്ങ് പറയും. അത്ര ഒരു വീക്ക്നെസ് ആയിരുന്നു രഘുവിനും ഈ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അതുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥാനായകനിൽ നിന്ന് പുള്ളിയെ ഒന്ന് മാറ്റി ചിന്തിച്ചതാണ്, പക്ഷേ പറ്റുന്നില്ല. അതെ, ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം റീമേക്കുകളിൽ അഭിനയിക്കുക എന്നുള്ളത്. ഭാഗ്യവശാൽ മലയാളത്തിലേക്ക് തമിഴിൽ നിന്നും റീമേക്ക് വന്നിട്ടുള്ള മുമ്പായിരുന്നു, ഇപ്പോൾ അധികമൊന്നും വരുന്നില്ല. മലയാളത്തിൽ നിന്നും തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ സേനൻ സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്നുള്ളത് ഭാമാ വിജയം എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ്. അതിൽ TS ബാലയ്യ അവതരിപ്പിച്ച കഥാപാത്രമാണ് ഒടുവിലാശാൻ അഭിനയിച്ചിരിക്കുന്നത്. TS ബാലയ്യ വേറൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കഥാപാത്രം അതേ കലയ്ക്ക് തമിഴ്നാട്ടിൽ മുഴുവൻ കയ്യടി വാങ്ങിച്ച കഥാപാത്രമാണ്. പക്ഷേ ഈക്വലി ഗുഡായിട്ട് തന്നെ ഒരു സീനിൽ പോലും അദ്ദേഹത്തെ അനുകരിക്കാതെ വേറൊരു ശൈലിയിൽ ഒടുവിലാശാൻ അവതരിപ്പിച്ചു. മനോഹരമായിട്ട് ചെയ്തു.